വെൽക്കം ഡിയേഴ്സ്. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്മൂത്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിവിടെ പൂവമ്പഴമാണ് എടുത്തു വച്ചിരിക്കുന്നത്. പിന്നെ ഒരു പാക്കറ്റ് ബൂസ്റ്റ് ഉണ്ട്. പിന്നെ വലിയൊരു ഗ്ലാസ് പാലുണ്ട്. അത് തിളപ്പിച്ചിട്ട് അതിൽ നിന്ന് ഒരു അര ഗ്ലാസ് പാലിലേക്ക് 3 സ്പൂൺ ഓട്സ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഓട്സ് പിന്നെ വേറെ കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ സ്മൂത്തിക്ക് തണവ് ആവശ്യമുള്ളവർ ഈ കുതിർത്ത് വെച്ച ഓട്സും പിന്നെ ആ പാലും തിളപ്പിച്ചറിയ പാലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാവുന്നതാണ്. അല്ലാതെ തണവ് ഇഷ്ടമില്ലാതെ കഴിക്കാനാണെങ്കിൽ പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നട്ട്സ് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ വാൾനട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉള്ള നട്ട്സൊക്കെ നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പാലും ഓട്സും അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബൂസ്റ്റ് ചേർക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കല്ലേ, അപ്പോൾ അവർക്ക് വളരെ ഇഷ്ടമാവും. അപ്പോൾ ഞാനിവിടെ ഒരു പാക്കറ്റ് ബൂസ്റ്റ് ചേർക്കുന്നുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഈന്തപ്പഴമൊക്കെ ഒന്ന് കുതിർത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തയ്യാറാക്കുന്നത് കൊണ്ട് ഇവിടെയുള്ള സാധനങ്ങൾ വെച്ചാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ഇനി നമ്മൾ മാറ്റി വെച്ച ആ പാല് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇത് ഇത്രേ പണിയുള്ളൂ. അപ്പോൾ നമ്മുടെ സ്മൂത്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല തിക്കോട് കൂടിയിട്ടുള്ള സ്മൂത്തിയാണ്. അത്യാവശ്യം വിശപ്പൊക്കെ മാറും. പിന്നെ കുട്ടികൾക്ക് ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതുപോലെ വെറൈറ്റി ആയിട്ട് നമ്മുടെ മക്കൾക്ക് തയ്യാറാക്കി കൊടുക്കണം. അപ്പോൾ എൻ്റെ ചാനലിൽ വരുന്ന ഈ റെസിപ്പീസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്യണം. പിന്നെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അപ്പോൾ പുതിയൊരു വിഭവമായിട്ട് ഇനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.